ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള റൈസ് ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്, നമ്മുടെ പപ്പടം റൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും ഈ ഒരു റൈസ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ഈ റൈസ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടേ, അതിനോടൊപ്പം തന്നെ ഈ റൈസിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ ഞാൻ ഈ റൈസ് രാജുവേട്ടന് കൊടുത്തിട്ട് രാജുവേട്ടൻ്റെ അഭിപ്രായം ചോദിക്കട്ടെ, കൊടുത്തു നോക്കട്ടെ. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുമോ? അഭിപ്രായം പറയാം. ഇപ്പം എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കുകയാണ്, ക്യാമറ താഴെ പോയി. ഞാനിപ്പോൾ തന്നെ ഇങ്ങോട്ട് നീങ്ങി നിന്നിട്ട് അഭിപ്രായം പറയാം. ശരി. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കട്ടെ എന്താണ് ടേസ്റ്റ് എന്ന്. കഴിക്കുമ്പോൾ പപ്പടവും കൂടി ചേർത്ത് കഴിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചൂടോടെ കഴിക്കണം എന്നുള്ളത്, അപ്പോഴാണ് നമുക്ക് ആ പപ്പടത്തിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടാതെ കഴിക്കാൻ പറ്റുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം സോഫ്റ്റ് ആയി പോകും. നല്ല ടേസ്റ്റ് ഉണ്ട്, കുറ്റമൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ഒരു നേരം കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണിത്. അത്യാവശ്യം തെറ്റില്ല, കുറ്റമൊന്നും പറയാൻ തോന്നുന്നില്ല. എന്തായാലും കുറ്റമുണ്ടെങ്കിൽ ഞാൻ പറയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കുറ്റമൊന്നും പറയാനില്ല എന്ന് ഞാനിപ്പോൾ പറഞ്ഞത്. കുറ്റുണ്ടെങ്കിൽ അപ്പം തന്നെ കറക്റ്റായിട്ട് കുറ്റം പറയും, എന്നാലല്ലേ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടോളൂ. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് എല്ലാവർക്കും അറിയാം റൈസ് വേണം എന്നുള്ളത്. ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കുത്തരി ആണെങ്കിൽ ആ കുത്തരി ചോറ് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചോറ് വയ്ക്കുന്ന ഏത് ചോറാണെങ്കിലും അതെടുക്കാം. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പപ്പടം. അപ്പം ഞാൻ 1 കപ്പ് ചോറിന് 3 പപ്പടം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10-12 ഉള്ളി, അതുപോലെ തന്നെ ഒരു പച്ചമുളക്. ഉള്ളി തന്നെ എടുക്കുക കേട്ടോ, സവോള എടുക്കരുത്. ഇതിനൊക്കെ ടേസ്റ്റ് വരുന്നത് ഉള്ളിയാണ്. അപ്പോൾ ഉള്ളി എടുക്കാൻ മടി വിചാരിക്കേണ്ട. പിന്നെ പച്ചമുളക് ഒരെണ്ണം മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടി ചെറിയ അളവിൽ ചേർക്കുന്നുണ്ട്. പിന്നെ റൈസ് ആകുമ്പോൾ ഒരുപാട് എരിവ് വേണ്ടല്ലോ. പിന്നെ ഒരു കാര്യവും കൂടി ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ തേങ്ങ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അത് താല്പര്യമുള്ളവർക്ക് ചേർക്കാം. ഞാൻ തേങ്ങ ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് തേങ്ങ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉള്ളി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം, പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീളത്തിൽ ചെറിയൊരു തിക്നെസ്സിലാണ് കേട്ടോ ഉള്ളി കട്ട് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഉള്ളി കടിക്കുമ്പോൾ ആ ഉള്ളിയുടെ ടേസ്റ്റ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളി ചെറിയൊരു തിക്നെസ്സിൽ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പപ്പടം ഉണ്ടല്ലോ, പപ്പടം ഒന്ന് പൊടിച്ച് വയ്ക്കുക. ഒരുപാട് ചെറിയ പീസുകളായിട്ട് പൊടിക്കണ്ട, ഒരു അത്യാവശ്യം ചെറിയ പീസുകളാവുന്ന രീതിയിലൊന്ന് പൊടിച്ച് വയ്ക്കുക. പപ്പടം പൊടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ, നല്ല രസമല്ലേ പപ്പടം ഇങ്ങനെ പൊടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പപ്പടം പൊടിച്ചു വെച്ചു. ഇനി നമുക്ക് നമ്മുടെ പപ്പടം റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ റെസിപ്പി ചെയ്യണം കേട്ടോ. നമ്മുടെ നാടൻ റെസിപ്പികളൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്താലാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നിങ്ങൾക്ക് ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് ഇതിൽ ചേർക്കാം. ഞാനിപ്പോൾ ഉഴുന്ന് ചേർക്കുന്നില്ല കേട്ടോ, ഞാനിപ്പോൾ കടുക് മാത്രമേ ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കളർഫുൾ ആവണം റൈസ്, അതുപോലെ വറ്റൽമുളകിൻ്റെ ടേസ്റ്റും കൂടി വരണം. അപ്പോൾ ഞാനൊരു 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളക് കരിഞ്ഞു പോകരുത്, അതിന് മുൻപേ തന്നെ ആയിട്ട് നമ്മൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു റൈസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ചേർത്തിട്ട് ഉള്ളിക്കും അതുപോലെ തന്നെ നമ്മുടെ റൈസിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ചോറ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കാതെയാണ് ചോറ് വേവിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ വീട്ടിൽ ചോറുണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കാറില്ലല്ലോ, അതുപോലെ നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾ ഉപ്പ് ചേർത്താണ് ചോറ് വേവിച്ചിട്ടുള്ളതെങ്കിൽ ഉപ്പ് ഉള്ളിക്ക് മാത്രം ആവശ്യമായത് ചേർത്ത് കൊടുക്കുക. പിന്നെ പപ്പടത്തിന് ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഉപ്പ് കൂടി പോരുത് കേട്ടോ. ഞാൻ ഉള്ളിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ചെറിയൊരളവിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഉപ്പ് ചേർത്തിട്ട് ഉള്ളി ഒന്ന് നന്നായിട്ട് വഴച്ചെടുക്കുക. കളറൊന്നും മാറിപ്പോവണ്ട, ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക്
ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് ഉള്ളി വഴറ്റുമ്പോൾ ഉള്ളിയിലേക്ക് മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് വേഗം പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് വേഗം മാറി കിട്ടി. റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടിയാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റൈസിന് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴല്ലേ ടേസ്റ്റ് കൂടുതൽ. പ്ലെയിൻ റൈസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒഴിവാക്കിയിട്ട് നമുക്ക് പച്ചമുളക് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. വൈറ്റ് റൈസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. പക്ഷേ കൂടുതൽ ഭംഗിയും ടേസ്റ്റും ഒക്കെ വരുന്നത് നമ്മൾ യെല്ലോ റൈസ് ആയിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് എരിവ് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതി. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അധികം വേണ്ട. ഈ മുളക് പൊടി ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് നമുക്ക് ഈ റൈസ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ പപ്പടം റൈസ് ഉണ്ടാക്കാറുണ്ടോ? വളരെ സിമ്പിളായിട്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും തിരക്കിൽ പെട്ടുപോകുന്ന ദിവസങ്ങളിലോ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലോ ഒക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ ഇഷ്ടപ്പെടും. കുട്ടികൾ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റൈസാണ്. കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ ഉൾപ്പെടുത്താം, പക്ഷേ പപ്പടം തണുത്ത് പോയില്ലേ, അതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ ഉൾപ്പെടുത്താൻ അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല ഞാൻ ഈ ഒരു റെസിപ്പി. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 4 സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങയിലേക്കും ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, വളരെ സിമ്പിളായിട്ട് തോന്നിയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആവശ്യമായത് ഇതുപോലെയുള്ള റെസിപ്പികളല്ലേ, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പികൾ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ പപ്പടവും കൂടി ചേർക്കാം റൈസിലേക്ക്. അപ്പോൾ കഴിഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ആ റൈസ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ പപ്പടം റൈസിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ കുറച്ച് തൈരോ ഒരച്ചാറോ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എല്ലാവർക്കും? അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ, അതുപോലെ ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ചൂടോടുകൂടി ഒന്ന് കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ. നമുക്ക് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതാ പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ സൈഡിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ, അച്ചാറോ തൈരോ ഒന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൂട്ടി കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.